സൂപ്പർ സെക്കൻഡ് ഹാഫ്. അങ്ങനല്ല, സെക്കൻഡ് പിക്ചാണ് ഏറ്റവും കൂടുതൽ. അതിന് ഫസ്റ്റ് കണ്ടതിനെങ്കിൽ കൂടുതൽ ഫീൽ വരും. ആ ഒരു നിമിഷം പോലും നമുക്ക് ഉറങ്ങാൻ, ഇത്രയും രാവിലെ തുടങ്ങിയ സിനിമയായാലും നമുക്ക് ഉറങ്ങാൻ പോലും ഒരു നിമിഷം പോലും തരാതെ അത്ര ഫയറിൽ സിനിമ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു ലാഗുമില്ല, ഫയറാണ് സിനിമ, ഫയറാണ്. സൂപ്പർ സൂപ്പർ എല്ലാം ഓൾറൗണ്ട് സൂപ്പർ സിനിമ. അത് പറയില്ല, സസ്പെൻസ്. അത് പോയി സൂപ്പറായിട്ടുണ്ട്. പിന്നെ എല്ലാവരും പഴയ ക്യാരക്ടേഴ്സ് ഒക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് വന്നാൽ കുറച്ചും കൂടെ നല്ലതായിട്ട് നമുക്കത് കാണാൻ പറ്റുന്നതാണ്. പക്ഷെ ഭയങ്കര സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിനെ കാട്ടിൽ എനിക്ക് സെക്കൻഡ് പാർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹലോ, ഈ സിനിമയിൽ ഞാനുണ്ട്, 2-3 സീനിലുണ്ട്. ആദ്യം സെക്കൻഡ് ഹാഫിൽ വിക്രത്തിൻ്റെ കൂടെ ആ ഒരു ചിത്രരസകളുണ്ട്. അതിൽ ഞാനും ഒരു ചിത്രരസറാണ്. പിന്നെ ലാസ്റ്റിൽ എന്നെ നല്ലവണ്ണം കാണാൻ പറ്റും. അടിപൊളി പടമാണ്. ഞാൻ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നതാണ്. ഇതുപോലെ ഒരു സിനിമ ഇന്ത്യൻ സിനിമയിൽ ഹിസ്റ്ററിയിൽ വന്നിട്ടില്ല, ഇനി വരാൻ പോകുന്നതല്ല. അത്ര ആദ്യത്തെ പറഞ്ഞത് കൊള്ളാം, അതിനേക്കാൾ കൊള്ളാം, അടിപൊളിയാണ്. സെക്കൻഡ് പാർട്ട് കുടിച്ചോളാം, ഉറപ്പാ, യാതൊരു സംശയമില്ല. ഞാൻ പറഞ്ഞില്ല, ഇന്ത്യൻ സിനിമ ഹിസ്റ്ററിയിൽ ഇതുപോലൊരു സിനിമ ഇനി കാണാൻ പറ്റില്ല. മണിരത്നം ഹാറ്റ്സ് ഓഫ്. അടിപൊളി പടമാണ്. ഫസ്റ്റ് പാർട്ടിനെ കാട്ടി നൈസായിട്ടുണ്ടായിരുന്നു സെക്കൻഡ് പാർട്ട്. പിന്നെ കൊള്ളാം. പെർഫോമൻസ് ഒക്കെ വിക്രം തന്നെയായിരുന്നു കുറച്ചും കൂടെ ടോപ്പിലായിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഇമോഷണൽ സീൻസ് അതൊക്കെ വിക്രം നൈസായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിരാശ തോന്നിയില്ല. കാരണം ഫസ്റ്റ് പാർട്ടിനുള്ള പോലെ തന്നെ ഇതിൽ തീരെ ലാഗൊന്നും ഇല്ല. ഫസ്റ്റ് പാർട്ട് ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ പോലെയും പിന്നെ ഇതിനകത്താണ് മെയിനായിട്ട് അവർ സ്റ്റോറിയിലോട്ട് കടക്കുന്നത്. വളരെ നല്ല അടിപൊളിയായിരുന്നു. ബ്രോ പടം കൊള്ളാം, സ്റ്റാൻഡേർഡ്. മണിരത്നത്തിൻ്റെ ലവ് സ്റ്റോറി അറിയാല, വേറെ ലെവലായിരുന്നു. അത് ഇപ്പം നന്ദിരാമനാവട്ടെ, കുന്തവി ആവട്ടെ, നന്ദിനി ആവട്ടെ, കരികാലനാവട്ടെ, അവിടെ കെമിസ്ട്രി വേറെ ലെവലായിരുന്നു. നല്ല പെർഫോമൻസിൽ താഴോട്ട് പോയിട്ടില്ല. ഈ മോസ് പടമല്ല, ക്ലാസ് പടം, നല്ല പടം. ബാഹുബലിയൊന്നും അല്ല, നമ്മളെ PS1 പോലെ തന്നെ അടിപൊളി അഭിനയം. അത് മാസമൊന്നും ക്ലാസ് പടം, സൂപ്പർ പടം. എല്ലാവരും ആക്ടിങ് അടിപൊളിയാണ്. ഫസ്റ്റിനെക്കാട്ടി സെക്കൻഡ് നല്ല റോ ഉണ്ട് എല്ലാവർക്കും. നല്ലപോലെ കണ്ടുകൊണ്ടിരിക്കാൻ പടം, നല്ല പടം. ടു ആ ബെറ്റർ, നല്ല അഭിനയമാണ്, നല്ല അഭിനയം. വന്നിട്ടുണ്ട്. സെക്കൻഡ് കുറച്ച് വാർ സീൻസ് കൂടുതലാണ്. പിന്നെ പറയാനുണ്ട് എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു. സൂപ്പർ പടം. പാട്ടിനെക്കാളും എന്തുകൊണ്ട് നല്ലതാണ്. ഫസ്റ്റ് പാർട്ടിന് നമ്മൾ പ്രതീക്ഷ അത്ര ഔട്ട്പുട്ട് കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഹൈപ്പ് കുറവായിരുന്നു, അമിത പ്രതീക്ഷയില്ലായിരുന്നു. അതുകൊണ്ട് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു, നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ക്ലാസ് ആണ്, മാസല്ല, അതുകൊണ്ട് ആ ഒരു കിക്കൊന്നുമില്ല, കണ്ടിരിക്കാം. മണിരത്നത്തിന്റെ ആസ് യൂഷ്വൽ നല്ലൊരു ക്ലാസ് പടം, നൈസാണ്. അഭിനയം എല്ലാവരുടെയും ആസ് എ ഹോൾ എല്ലാവരുടെ അഭിനയം അടിപൊളിയാണ്. ആരും മോശമൊന്നുമല്ല, എല്ലാവരും അടിപൊളി. അതിന് ഫസ്റ്റ് പാർട്ടിൽ സ്ക്രീൻ പ്രസൻസ് കിട്ടാത്ത ആക്ടേഴ്സിന് കൂടുതൽ സ്ക്രീൻ പ്രസൻസ് സെക്കൻഡ് പാർട്ടിലുണ്ട്. ഇപ്പോൾ നമ്മുടെ ആരാ പറയുക, റഹ്മാൻ ആണെങ്കിലും പ്രഭു, അവർക്കെല്ലാവർക്കും കുറച്ച് കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉണ്ട് പടത്തിൽ. നല്ല പടം, കണ്ടിരിക്കാം. ഇറ്റ്സ് എ വെരി വെൽ മെയ്ഡ് മൂവി. ലൈക്ക് മണിരത്നത്തിൻ്റെ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു മാസ്റ്റർ പീസ് ഡെഫിനറ്റ്ലി. ആൻഡ് സ്റ്റോറി വൈസ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കണ്ടന്റ് ഉണ്ട്. ഇറ്റ്സ് മൂവി ദ ലോട്ട് ഓഫ് കണ്ടന്റ്, ബട്ട് ഇറ്റ് ഹാസ് ബീൻ വെരി വെൽ മെയ്ഡ്. ദാറ്റ്സ് എ ബേസിക് പോയിന്റ് ഓഫ് ഇറ്റ്. ഇഷ്ടപ്പെട്ടു. ഐ എം പ്രിറ്റി ഷുവർ ദാറ്റ് എവറിബഡി വിൽ ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് എ വെരി വെൽ മെയ്ഡ് മൂവി ആൻഡ് ഒരു എപ്പിക്കിൻ്റെ എൻറ്റയർ പ്രൊപ്പോർഷൻസിൽ ആക്ച്വലി എടുത്തിട്ടുണ്ട്. സോ യാ, ഡെഫിനറ്റ്ലി ഇറ്റ്സ് വർത്ത് എ വാച്ച് ഫോർ എവറി പീപ്പിൾ. ലൈക്ക് ടു ബി ഓണസ്റ്റ്, ഈച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഈ മൂവിയിൽ. അവർ ഡിസേർവ് ചെയ്യുന്ന ഒരു സ്പേസ് ആക്ച്വലി പലർക്കും കിട്ടുന്നില്ല. ഡ്യൂ ടു ദ ലെങ്ത് ഓഫ് ദ മൂവി, ഐ ഗെസ് ലൈക്ക് കുറച്ചുകൂടി മേ ബി പെർഫോമൻസസിനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ദാറ്റ് ബീങ് സെഡ്, വിക്രം, ഐശ്വര്യ റായ്, all people considered have given their best performance. So definitely performance wise it's top notch. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഫസ്റ്റ് പാർട്ടിനെക്കാളും സൂപ്പറായിട്ട് സ്റ്റോറിയും ഉണ്ട്, ആക്ടിങ്ങും എല്ലാം വേറെ ലെവൽ. എല്ലാ ആക്ടേഴ്സിനും കൂടുതൽ പെർഫോം ചെയ്യാൻ കിട്ടിയിരിക്കുന്ന സെക്കൻഡ് പാർട്ട് സൂപ്പറായിട്ടുണ്ട്. ഇല്ല ഒട്ടുമില്ല, നമ്മളിങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോയിരിക്കുകയാണ്. നല്ല വിഷ്വൽസ് ആണെങ്കിലും സോങ്സ് ആണെങ്കിലും പിന്നെ ഈ പറയുന്ന വിക്രമിൻ്റെയും കാർത്തിയുടെയും എല്ലാ ആക്ടേഴ്സ് എടുത്ത് പറയാൻ ആരുമില്ല, എല്ലാവരും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ആരാണ് ഈ സിനിമയിൽ കൂടുതൽ നല്ല പെർഫോം ചെയ്തിട്ടുള്ളത് അങ്ങനെ പറയാനില്ല കേട്ടോ. എല്ലാവരും ഒന്ന് നമ്മൾ ചിലപ്പോൾ ആദ്യം വിചാരിക്കും അയ്യോ കാർത്തിക് കൊള്ളാം, പിന്നെ പക്ഷെ എല്ലാവർക്കും കൊടുത്ത ഒരു പാർട്ട് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ റോൾസ് ആണെങ്കിൽ പോലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. നല്ല പടം, നല്ല പടമായിരുന്നു. സെക്കൻഡ് പാർട്ട് അടിപൊളി, കിട്ടില്ല.